ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ നമ്മുടെ സെക്കൻഡ് പാർട്ടിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ 3 യൂണിറ്റുകളാണ് ഉള്ളത് അല്ലേ. 3 യൂണിറ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അതേപോലെ തന്നെ ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളും 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് എന്ന് കാണുക. അപ്പൊ നമുക്ക് പാർട്ട് 2ന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മുടെ ഇംഗ്ലീഷിലെ പുതിയ സിലബസ്, ന്യൂ സിലബസിലെ പാർട്ട് 2ന്റെ ടെക്സ്റ്റ് ബുക്ക് സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇതിൽ നമുക്ക് 2 യൂണിറ്റ് ആണ് നമ്മുടെ പാർട്ട് 2ലുള്ളത്. 2 യൂണിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ആണ്. 4ാമത്തെ യൂണിറ്റും 5ാമത്തെ യൂണിറ്റും. അപ്പൊ 4th യൂണിറ്റിന്റെ പേരെന്താ? ബ്ലൂംസ് ആൻഡ് ബ്രീസ് അല്ലെ, ബ്ലൂംസ് ആൻഡ് ബ്രീസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്, 4ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ്, ബ്ലൂംസ് ആൻഡ് ബ്രീസ്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് പേജിൽ കാണുന്നത്? എന്താ കാണുന്നത്? വളരെ മനോഹരമായിട്ടുള്ള എന്താണ് ഒരു പിക്ചർ ആണ് അല്ലെ. എന്താണ്? നേച്ചറിന്റെ, പ്രകൃതിയുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഴവില്ലുണ്ട്, അതേപോലെ നോക്കൂ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള അനിമൽസ്, സ്ക്യൂരൽ ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇതുണ്ടോ ബേർഡ്സ്, പിന്നെ ഫ്ലവേഴ്സും, അതുപോലെ റിവർ ഒഴുകണു. അങ്ങനെ വളരെ മനോഹരമായിട്ട് പ്രകൃതിയുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താണ് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ ബ്ലൂംസ് എന്ന് വെച്ചാൽ എന്താണ്? പൂക്കളില്ലേ, പൂക്കളൊക്കെ ഇങ്ങനെ എന്താണ് നിറയെ പൂക്കുന്നതിനെയാണ് നമ്മൾ ബ്ലൂംസ് എന്ന് പറയുക. അതായത് ഇതിന്റെ അർത്ഥം എന്താ? ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് വെച്ചാൽ, ബ്രീസ് എന്ന് വെച്ചാൽ കാറ്റ്, പൂത്തും കാറ്റും എന്നാണ് അർത്ഥം. ബ്ലൂംസ് എന്ന് വെച്ചാൽ പൂക്കുന്നു, അല്ലെങ്കിൽ നിറയെ പൂക്കുക എന്നാണ് നമ്മൾ ബ്ലൂംസിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കഥ അല്ലെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ? പ്രകൃതി നിന്റെ ഗുരുവാകട്ടെ, ടീച്ചർ ആവട്ടെ അല്ലെ. പ്രകൃതി നിന്റെ ഗുരുവാകട്ടെ. പ്രകൃതിയിൽ നിന്നും എന്തുണ്ട്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ടീച്ചേഴ്സാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ പ്രകൃതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രകൃതിയിൽ നമ്മുടെ എന്താണ്? ടീച്ചർ തന്നെയാണ്, നമ്മുടെ ഗുരു തന്നെയാണ് എന്നാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 4ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ബ്ലൂംസ് ആൻഡ് ബ്രീസ്. അപ്പൊ നമ്മുടെ കേർട്ടൻ റൈസറിൽ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ, 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ചിത്രത്തിൽ കാണുന്നത്? എന്താ? ഹൗസ്, വീടാണ് അല്ലെ. 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൗസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഡിഫറെന്റ് തരത്തിലുള്ള വീടുകൾ. ഇങ്ങനത്തെ ഈ തരത്തിലുള്ള വീടുകൾ നമ്മുടെ എവിടെയെങ്കിലും കാണാം? ഇവിടെ നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അതും കൂടുതൽ ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന ഇങ്ങനത്തെ വീട് നമ്മുടെ കേരളത്തിലുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഒരുപാട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഹൗസ് ആണ് ഇത്. അതേപോലെ രണ്ടാമത്തെ ചിത്രത്തിലുള്ളത്, ഈ ചിത്രത്തിൽ കാണുന്ന വീട് എങ്ങനെയാണ്? അവിടെ നോക്കൂ, ആ വീട് കെട്ടിയിരിക്കുന്നത് എവിടെയാ? വെള്ളത്തിന്റെ മേലെയായിട്ടാണ്. കണ്ടോ? വെള്ളത്തിന്റെ മേലെയാണ് അല്ലെ. അതായത് തറയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന തരത്തിലാണ് വീട് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചിത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല ബുക്കുകളിലും അതുപോലെ ഫോണിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. Look at the pictures. What do you see? ചിത്രം നോക്കൂ, നിങ്ങൾ എന്താ കാണുന്നത്? 2 different type of house. Are these houses similar how? അപ്പൊ ഇത് 2 വീടുകളും സിമിലർ ആണോ? ഒരേപോലെയാണോ? കാണാൻ ഒരേപോലെയാണോ ഉള്ളത്? അല്ല അല്ലെ. ഇപ്പൊ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? Where do you find such houses? എവിടെയാണ് ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? എവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള വീടുകൾ? Why do people make such houses? ഇത്തരം വീടുകൾ എന്തിനാണ് ആൾക്കാർ കെട്ടുന്നത്? ആൾക്കാർ നിർമ്മിക്കുന്നത് എന്തിനാണ് ഇത്തരമുള്ള വീടുകൾ നിർമ്മിക്കാൻ കാരണം എന്താ? What are such houses called? ഇങ്ങനെയുള്ള വീടുകളെ പറയുന്ന പേരെന്താണ്? ഓക്കെ, പേരെന്താണ്? അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആദ്യം നോക്കാം. ഫസ്റ്റ് ചോദ്യം, ആർ ദീസ് ഹൗസസ് സിമിലർ? കാണാൻ ഒരേപോലെയാണോ ഈ 2 വീടും ഉള്ളത്? അല്ല. നോ. The first one is made up of snow blocks and the second one is made up of wood. അതായത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം? കാണാൻ ഒരേപോലെയാണോ? കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാണാൻ ഒരുപോലെ അല്ല അല്ലെ. രണ്ടും താമസിക്കാൻ തന്നെയാണ്, പക്ഷെ സിമിലർ അല്ല, ഒരു കാണാൻ ഒരേപോലെയുള്ളതല്ല. കാരണം ഒന്നാമത്തെ വീടെന്ന് പറയുന്നത് എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? സ്നോ ബ്ലോക്സ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഓക്കെ, അതായത് നല്ല മഞ്ഞുള്ള പ്രദേശങ്ങൾ നിർമ്മിക്കുന്ന വീടാണ്. നമ്മൾ ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്ന വീടിന്റെ പേര് പറയാം. അത് നമ്മൾ ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്നത് മഞ്ഞ് കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. അതേപോലെ വലിയ വലിയ മഞ്ഞ് കട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതേപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതോ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. അതും എന്താണ് വുഡ്സ്, മരമാവാം, അല്ലെങ്കിൽ ബാമ്പു മുള വെച്ചുണ്ടാക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കുന്ന വീടാണ്. നമ്മുടെ ചിത്രത്തിലുള്ളത് മരം വെച്ചുണ്ടാക്കിയ വീടാണ് അല്ലെ.
Where do you find such houses? ഇത്തരം വീടുകൾ എവിടെയാണ് കാണാൻ സാധിക്കുക? The first one found in Greenland and high snow areas. കൂടുതൽ മഞ്ഞുള്ള പ്രദേശങ്ങളിൽ ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് കാണുന്ന ചിത്രത്തിൽ കാണുന്ന ആ വീട് കാണാൻ സാധിക്കില്ല. ഒരുപാട് മഞ്ഞുള്ള പ്രദേശങ്ങൾ കണ്ടു കാണും. ഒരുപാട് മഞ്ഞുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് അങ്ങനത്തെ വീടുകൾ കാണാൻ സാധിക്കും. And the second one commonly built in tropical climate and in areas prone to flooding. അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന അത്തരം വീടുകൾ കാണാൻ സാധിക്കുന്നത് ഒരുപാട് എന്താ പറയുക, നമ്മൾ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളിലാണ് ഇത്തരം വീടുകൾ കാണാൻ സാധിക്കുക. ഓക്കെ, ആൻഡ് വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ്? എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനത്തെ വീടുകൾ, ഇത്തരം വീടുകൾ നിർമ്മിക്കാൻ കാരണം എന്താണ്? The first one is built for protection from the wind and cold outside, which can make the temperature feel ever colder than it is. Everyone who is inside warm. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന വീട് എന്തിനാണ് അത്തരം വീടുകൾ നിർമ്മിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു എവിടെയാണ് അത്തരം വീടുകൾ നിർമ്മിക്കുക. അപ്പൊ നമ്മുടെ ഇന്ത്യയിലാണോ? ഇന്ത്യയിൽ ഇത്തരം വീടുകൾ കാണാൻ കഴിയുന്നു ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ ഇല്ല അല്ലെ? കാരണം നമ്മുടെ ഫസ്റ്റ് പിക്ചറിലുള്ള പോലത്തെ വീട് കാണുന്നത് എവിടെയാന്ന് വെച്ചാൽ ഒരുപാട് തണുപ്പുള്ള, നല്ല തണുപ്പുള്ള പ്രദേശങ്ങളാണ് അങ്ങനെ കാണാൻ സാധിക്കുക. അതായത് മഞ്ഞും എന്താണ് അതുപോലെ സ്നോയും ഒക്കെ ഉള്ള എന്താണ് അത്തരം സ്ഥലങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലത്തെ വീടുകൾ. എന്തിനാണ് അത്തരം വീടുകൾ നിർമ്മിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇതിലുള്ള ആൾക്കാർക്ക്, താമസിക്കുന്ന ആൾക്കാർക്ക് ചൂട് കിട്ടും. എവരിവൺ ഹൂസ് ഇൻസൈഡ് വാം ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ബിൽഡ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ഫ്ലഡിങ്. അപ്പൊ ഈ ഫ്ലഡ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വീടിനുള്ളിലേക്കൊക്കെ വെള്ളം കയറി വരില്ലേ? അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വീട് തറയിൽ നിന്നും ഉയർത്തി കെട്ടുന്നത്. അത് ഈ കൂടുതലായിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്ന ഏരിയകളിലാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലത്തെ വീടുകൾ നിർമ്മിക്കുന്നത്. വാട്ട് ആർ സച്ച് ഹൗസസ് കോൾഡ്? ഇത്തരം വീടുകളെ പറയുന്ന പേരെന്താണ്? ഫസ്റ്റ് വണ്ണിനെ പറയുന്നത് ഇഗ്ലൂ എന്നാണ് പറയുക, ഇഗ്ലൂ ഹൗസും. സെക്കൻഡ് വണ്ണിന് പറയുന്നത് സ്റ്റിൽറ്റ് ഹൗസ് എന്നാണ് പറയുക. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന വീടുകളെ പറഞ്ഞ പേര് ഇഗ്ലൂ എന്നാണ്. രണ്ടാമത്തെ ചിത്രത്തിലുള്ള വീടിനെ പറയുന്നത് സ്റ്റിൽറ്റ് ഹൗസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. നമുക്ക് കഥ എന്താന്ന് വായിക്കാം. അപ്പൊ നമ്മൾ കഥ പറയുന്നതിന് മുമ്പ് നമുക്ക് അതിലെ മെയിൻ ക്യാരക്ടർ ആരാന്ന് പറയാം. മെയിൻ ക്യാരക്ടർ ഒരു ഗേൾ ആണ്, ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ പേരെന്താ? ഡൊറോത്തി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഓക്കെ, ഡൊറോത്തി ആണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ നമുക്ക് ആദ്യത്തെ പേജ് ആദ്യം റീഡ് ചെയ്യാം. ദ ലാൻഡ് ഓഫ് ദ വിൻഡ്സ്. വിൻഡ് എന്ന് വെച്ചാൽ എന്താ? കാറ്റ് അല്ലെ? കാറ്റിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയാ. ദ ലാൻഡ് ഓഫ് വിൻഡ്സ്. അപ്പൊ വിൻഡ് എന്താ അതിന്റെ അർത്ഥം വെച്ചാൽ കാറ്റിന്റെ നാട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡൊറോത്തി. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ഡൊറോത്തി, എ ലിറ്റിൽ ഗേൾ, lived in a small wooden house with her uncle and aunt. അപ്പൊ ഡൊറോത്തി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്. നിങ്ങളെപ്പോലെ എന്താണ് ഒരു പെൺകുട്ടി, നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഒരു ഏജിലുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഡൊറോത്തി എന്ന് പറയുന്നത്. അപ്പൊ ഡൊറോത്തി എവിടെ താമസിക്കുന്നത് വെച്ചാൽ അവളുടെ അങ്കിളിന്റെയും ആന്റിന്റെയും കൂടെ ഒരു വുഡൻ ഹൗസിൽ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പല ടൈപ്പ് ഓഫ് വീടുകളുണ്ട് അല്ലെ? നമുക്കറിയുന്ന എന്താണ് ഇപ്പൊ കോൺക്രീറ്റ് ഹൗസുകളും അതുപോലെ ഓടിട്ട വീടുകള്, ഓലമേഞ്ഞ വീടുകള്, അതിനെല്ലാം പുറമെ വേറെയും ഒരുപാട് തരത്തിലുള്ള, പിന്നെ നമുക്ക് ഹട്ട് അറിയാൻ പറ്റും അല്ലെ? അങ്ങനെ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഹൗസുകൾ ഉണ്ട്. അപ്പൊ അതേപോലെ മരം കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് നമ്മുടെ ഡൊറോത്തിയുടേത്. വുഡൻ ഹൗസ് എന്ന് വെച്ചാൽ മരം കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. അപ്പൊ അവിടെയാണ് നമ്മൾ ഡൊറോത്തി താമസിക്കുന്നത്. അപ്പൊ ഡൊറോത്തി ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? അങ്കിളിന്റെയും ആന്റിന്റെയും കൂടെ അല്ലെ? അങ്കിളിന്റെയും ആന്റിന്റെയും കൂടെയാണ് ഡൊറോത്തി താമസിക്കുന്നത്. എവിടെയാണ് ഡൊറോത്തിയുടെ വീട്? എങ്ങനെയാണ്? വുഡൻ ഹൗസ് ആണ്. ഇതാ വുഡൻ ഹൗസ്, മരം കൊണ്ടുള്ള വീടാണ്, മരം വെച്ചുണ്ടാക്കുന്ന വീടാണ് അല്ലെ? Her house was in the middle of a meadow. അപ്പൊ അവളുടെ വീട് എന്ന് പറയുന്നത് എവിടെയായിട്ടാണ്? മെഡോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പുൽമേടാണ്. അപ്പൊ പുൽമേടിന്റെ നടുക്കായിട്ടാണ് അവളുടെ വീടുള്ളത്. The wind never stopped blowing there. അപ്പൊ എന്നും നല്ല കാറ്റുള്ള ഒരു മേഖലയാണ്. എപ്പോഴും കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും, നല്ല കാറ്റുണ്ടാവുന്ന ഒരു പ്രദേശമാണ്. When the wind blew hard, ബ്ലൂ എന്ന് വെച്ചാല് നമ്മള് ബ്ലോ എന്ന് പറയില്ലേ? വീശുക, കാറ്റ് വീശുന്നതിന് നമ്മൾ ബ്ലോ പറയും. ബ്ലോന്റെ ഒരു പാസ്റ്റ് ടെൻസ് ആണ് ബ്ലൂ എന്ന് പറയുന്നത് കേട്ടോ. BLEW, ബ്ലൂ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ബ്ലൂ എന്ന് വെച്ചാൽ നമ്മൾ കാറ്റ് വീശുന്നതിന്റെ ഒരു കാറ്റ് വീശുക അല്ലെങ്കിൽ ബ്ലോന്റെ പാസ്റ്റ് ടെൻസ് ആണ്. When the wind blew hard, Dorothy's family would take shelter in the cellar of their house. എന്താണ് സെല്ലർ എന്ന് വെച്ചാ?
നിലവറ എന്നാണ് എന്റെ അർത്ഥം. നിലവറ എന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അടിയിലായിട്ട് വീണ്ടും ഒരു അറ ഉണ്ടാവും, ഒരു റൂം പോലെ ഉണ്ടാവും. അതാണ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഡൊറോത്തിയുടെ വീടുള്ള സ്ഥലം എങ്ങനെയാണെന്ന്. അത്യാവശ്യം നല്ല കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ നല്ല കാറ്റ് കൂടുമ്പോൾ, കാറ്റ് നന്നായി വീശുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും? ഇവരുടെ വീട് എന്ന് വെച്ചാൽ വുഡ് വെച്ച് കെട്ടിയ വീടാണ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഡൊറോത്തിന്റെ ഫാമിലി ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട്, അതായത് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എവിടെ താമസിക്കും? അവരുടെ വീട്ടിന്റെ സെല്ലറിലാണ് അവർ താമസിക്കുക. അതായത് ആ നിലവറ ആ റൂമിനുള്ളിൽ പോയിട്ടാണ് താമസിക്കുക. ഓൺ എ ക്ലൗഡി ഡേ ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പെറ്റ് ഡോഗ് ടോട്ടോ. അപ്പൊ നമ്മുടെ ഡൊറോത്തിക്ക് ഒരു പെറ്റ് ഡോഗ് ഉണ്ട്. എന്താണ് ഡോഗിന്റെ പേര്? അവനത് അവിടെ കൊടുത്തിട്ടുണ്ട്, ചിത്രം കൊടുത്തിട്ടുണ്ട്. ടോട്ടോ എന്നാണ് അവന്റെ പേര്. ഓക്കെ, അപ്പൊ ഡൊറോത്തിന്റെ പെറ്റ് ഡോഗിന്റെ പേരെന്താ? ടോട്ടോ. അപ്പൊ എങ്ങനെയുള്ള ദിവസമായിരുന്നു അന്ന്? ഓൺ എ ക്ലൗഡി ഡേ. എന്താ ക്ലൗഡി ഡേ വെച്ചാൽ? നല്ല മഴയ്ക്കുള്ള, അതായത് മഴമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അത് മഴ വരാൻ ചാൻസ് ഉള്ള ഒരു ദിവസമായിരുന്നു. മഴമേഘങ്ങളാൽ ആകാശം മൂടി നിൽക്കുകയാണ്. ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പെറ്റ് ഡോഗ് ടോട്ടോ. അപ്പൊ ഡൊറോത്തി എന്ത് ചെയ്യായിരുന്നു? അവളുടെ പെറ്റ് ഡോഗ് ടോട്ടോന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ. ഡൊറോത്തി run to the cellar. Be quick, her uncle cried out. അപ്പൊ അവളുടെ അങ്കിൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയാണ്. എന്താ പറയണത്? എ സ്റ്റോം ഇസ് ഓൺ ഇറ്റ്സ് വേ. സ്റ്റോം എന്ന് വെച്ചാൽ എന്താ? കൊടുങ്കാറ്റ്. സാധാ ഒരു കാറ്റല്ല, വിൻഡല്ല, വളരെ വലിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്, സ്റ്റോം വരുന്നുണ്ട്. ഡൊറോത്തി റൺ ടു ദ സെല്ലർ. ബി ക്യുക്ക്. അപ്പൊ ബി ക്യുക്ക് എന്ന് വെച്ചാൽ എന്താ? വേഗത്തിൽ, എത്രയും പെട്ടെന്ന് ഡൊറോത്തി സെല്ലറിന്റെ അകത്തേക്ക് ഓടിപ്പോകൂ, അല്ലെങ്കിൽ കയറാൻ പറയാണ്, നിലവറയ്ക്കകത്ത് കയറാൻ പറയാണ്. ഹെർ അങ്കിൾ ക്രൈഡ് ഔട്ട്. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയാണ്. He ran towards the cellar and followed him. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ അങ്കിൾ എന്ത് ചെയ്തു? സെല്ലറിന്റെ അകത്ത് കയറി. അങ്കിളിന്റെ പിന്നാലെ തന്നെ ആണ്ടും എന്ത് ചെയ്യണം? സെല്ലറിന്റെ അകത്ത് കയറി. ഡൊറോത്തി stopped playing. Come with me, Toto, she called out. അപ്പൊ ഡൊറോത്തി കളി നിർത്തി അല്ലെ. അങ്കിള് പറയണ്ട, നമുക്ക് കൊടുങ്കാറ്റ് വരുന്നുണ്ട്, വേഗം സെല്ലറിന്റെ അകത്ത് കയറാൻ പറഞ്ഞപ്പോ നമ്മുടെ ഡൊറോത്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡൊറോത്തി വേഗം കളിയൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാണ്? കം വിത്ത് മീ ടോട്ടോ, ഷീ കോൾഡ്. അപ്പൊ ടോട്ടോനെയും വിളിച്ചിട്ട് സെല്ലറിന്റെ അകത്ത് കയറാൻ പോവാണ് കേട്ടോ. എന്താ സെല്ലർ എന്ന് വെച്ചാൽ പറഞ്ഞത്? നിലവറ അല്ലെ. അപ്പൊ നിലവറയ്ക്കകത്ത് കയറാൻ പോവുകയാണ് നമ്മുടെ ഡൊറോത്തി. എന്താണ്, ആരെയും കൂട്ടിയിട്ടാ പോകുന്നത്? ടോട്ടോനെയും കൂട്ടിയിട്ട് അല്ലെ. വൈ ഡു പീപ്പിൾ, അപ്പൊ നോക്കൂ, രണ്ട് ചോദ്യം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പേജിലുള്ള, ഫസ്റ്റ് പേജിലുള്ളത്. വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലേഴ്സ്? എന്തിനാണ് ആൾക്കാർ സെല്ലേഴ്സ് ഉണ്ടാക്കാൻ? എന്താണ് റീസൺ? എന്തിനാണ് ആൾക്കാർ സെല്ലേഴ്സ് ഉണ്ടാക്കുന്നത്? ആൻസർ എന്താ? അത് പല പർപ്പസിനായിരിക്കും. ഇപ്പൊ നമ്മുടെ കഥയിലാണെങ്കിൽ ഡൊറോത്തിന്റെ ഫാമിലി എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സുരക്ഷയ്ക്ക്, അവർക്ക് കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ, ഒരു ഷെൽട്ടറിന് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതേപോലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, കാറ്റിൽ നിന്നും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ സെല്ലർ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ എല്ലാ ആൾക്കാരും സെല്ലർ ഉണ്ടാക്കുന്നത് അതേ പർപ്പസിനാവില്ല, വേരിയസ് പർപ്പസിന് സെല്ലർ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. പീപ്പിൾ മേക്ക് cellars for a variety of reasons, including for storage, safety, storm shelter, utility space, etc. Will Dorothy reach the cellar? അപ്പൊ നമ്മുടെ ഡൊറോത്തി സെല്ലറിന്റെ അകത്ത് കയറിയോ? നമുക്ക് നെക്സ്റ്റ് പേജ് വായിച്ചു നോക്കാം. The storm. അപ്പൊ എന്താണ് സ്റ്റോമിന്റെ അർത്ഥം? എന്താ പറഞ്ഞത്? കൊടുങ്കാറ്റ്. Dorothy ran towards the cellar, but Toto ran to the house and hide under a cot. Toto, she searched for him in the house. Toto, come out. Dorothy yelled out. The howling wind swept her voice away. അപ്പൊ എന്ത് സംഭവിച്ചു? ഡൊറോത്തി, നമ്മുടെ അങ്കിള് പറഞ്ഞത് കേട്ട് ഡൊറോത്തി എന്ത് ചെയ്യണം? സെല്ലറിന്റെ അകത്തേക്ക് ഓടുകയാണ്, സെല്ലറിന്റെ അകത്ത് കയറാൻ വേണ്ടി ഓടുകയാണ്. പക്ഷേ നമ്മുടെ ടോട്ടോ എന്ത് ചെയ്തു? ടോട്ടോ വീടിന്റെ അകത്താണ് കയറിയത്. അതായത് സെല്ലറിന്റെ അകത്ത് കയറിയില്ല, പകരം വീടിന്റെ അകത്ത് കയറി. ഓക്കെ, വീടിന്റെ അകത്ത് കയറി എന്ത് ചെയ്യണം? കോട്ട് എന്ന് വെച്ചാൽ എന്താ? കോട്ട് എന്ന് വെച്ചാൽ കട്ടിലാണ്. അപ്പൊ കട്ടിലിന്റെ അടിയിൽ, നമ്മൾ ചിത്രത്തിൽ കാണുന്നില്ലേ, ഇതാണ്ടോ, കട്ടിലിന്റെ അടിയിലായിട്ട് ടോട്ടോ ഒളിച്ചിരിക്കുകയാണ്. ടോട്ടോ ഷീ സെർച്ച് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അപ്പൊ അവൾ എന്ത് ചെയ്തു? ടോട്ടോനെ കൂട്ടാൻ വേണ്ടിയിട്ട്, ടോട്ടോനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൊറോത്തിയും എന്ത് ചെയ്തു? വീടിന്റെ അകത്തോട്ട് കയറി. ഓക്കെ, ടോട്ടോ കം ഔട്ട്. ഡൊറോത്തി എല്ലഡ് ഔട്ട്. എന്താ എല്ലിയ പറഞ്ഞ? അലറി വിളിക്കുക എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കൊടുങ്കാറ്റ് വരും. അപ്പൊ ചിലപ്പോൾ വീട് തന്നെ ചിലപ്പോൾ പൊളിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് സുരക്ഷിത കിട്ടുന്ന, നമുക്ക് സേഫ് ആയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കയറി ഇരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം നിലവിളിക്കണം, അലറി വിളിച്ചുകൊണ്ടിട്ട് നമ്മൾ ടോട്ടോനെ വിളിക്കണം. ടോട്ടോ കം
കം ഔട്ട്, വേഗം പുറത്ത് വാ എന്ന് പറയാണ്. ദ ഹൗളിംഗ് വിൻഡ് സ്വെപ്റ്റ് ഹെർ വോയിസ് അവേ. പക്ഷെ അവളെ ശബ്ദമൊന്നും അവിടെ കേൾക്കുന്നില്ല. കാരണം എന്താ, അവൾ അത്ര ഉറക്കെ പറഞ്ഞിട്ട് പോലും അവിടെ ആ സൗണ്ട് കേൾക്കുന്നില്ല. കാരണം ആ വിൻഡിന്റെ ശബ്ദം. ഹൗളിംഗ് എന്ന് വെച്ചാൽ അലറുക. അലർന്ന വിൻഡ് എന്ന് വെച്ചാൽ വിൻഡ് വെച്ചാൽ കാറ്റില്ല, വിൻഡ് അല്ലെങ്കിൽ കാറ്റ് അലറി വിളിക്കുന്നു എന്നല്ല, വിൻഡിന്റെ ശബ്ദമാണ് അവിടെ പറയുന്നത്. അത്രയും ഉറക്കെയാണ്, ആ കാറ്റിന്റെ ശബ്ദം അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അപ്പൊ ആ ശബ്ദം കാരണം, കാറ്റിന്റെ ശബ്ദം കാരണം അവളുടെ ശബ്ദമൊന്നും അവിടെ കേൾക്കുന്നില്ല, അവളുടെ വോയിസ് ഒന്നും അവിടെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഹൂഫ് 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 ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്. ഇത് കാറ്റടിക്കുന്ന ശബ്ദമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹൂ 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 എന്നുള്ളത്. അപ്പൊ ഈ വിൻഡ് എന്താണ്, കാറ്റ് വളരെ ശക്തമായി വീശിക്കൊണ്ടിരിക്കുകയാണ്. ദ ട്രീസ് ഡോപ്പിൾഡ് ഓവർ, the house began to shake, the cups and plates in the cupboard slipped down, the mirrors on the wall fell down and broke into pieces. അപ്പൊ നെക്സ്റ്റ് എന്ത് സംഭവിച്ചു, കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. ദ ട്രീസ് ഡോപ്പിൾഡ് ഓവർ. എന്താണ് ഡോപ്പിൾഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഡോപ്പിൾഡ് ഓവർ എന്ന് വെച്ചാൽ മീനിങ് എന്താ, മറിഞ്ഞു വീഴുക. അതായത് കാറ്റ് അതിശക്തമായ കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിക്കും, മരങ്ങളൊക്കെ കടപുഴകി വീഴാറുണ്ട് അല്ലേ, അതുപോലെ മരങ്ങളൊക്കെ മറിഞ്ഞു വീണു. ദ ഹൗസ് ഡോപ്പിൾഡ് ഓവറിന്റെ അർത്ഥം തൊട്ട് എഴുതിയിരിക്കുന്ന മറിഞ്ഞു വീണു എന്നാണ്. മരങ്ങളൊക്കെ കടപുഴകി വീഴുക അല്ലെങ്കിൽ മറിഞ്ഞു വീഴുക എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ ഡോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞാൽ. The house began to shake. എന്താ ഷേക്ക് എന്ന് വെച്ചാൽ കുലുങ്ങുക. നല്ല കാറ്റ് വീശുന്നു, വീടൊക്കെ കുലുങ്ങാൻ തുടങ്ങി. The cups and plates in the cupboard slipped down. ചിത്രത്തിൽ കാണുന്നില്ലേ, ഇതാണ് കബോർഡിൽ നിന്ന് കപ്സും പ്ലേറ്റും എല്ലാം നിലത്ത് വീണു. The mirror on the wall fell down and broke into pieces. ചുമരിൽ തൂക്കിയിട്ടുള്ള എന്താണ് മിറർ, കണ്ണാടി കണ്ടോ അവിടെ പൊട്ടിക്കിടക്കുന്നത്, അത് താഴെ വീണു, അതെല്ലാം പീസായി പൊട്ടിപ്പോയി. What's happening to our house? Dorothy was frightened. ഇപ്പൊ ഡൊറോത്തിയും ടോട്ടോയും എവിടെയാണുള്ളത്, ആ വീടിന്റെ ഉള്ളിലാണുള്ളത് അല്ലെ. അവര് സെല്ലറിനകത്ത് കയറിയോ, ഇല്ല. അപ്പൊ ഡൊറോത്തി പേടിച്ചിട്ട്, ഫ്രൈറ്റ്നിഡ് എന്ന് വെച്ചാൽ പേടിച്ചിട്ട്. അപ്പൊ പേടിച്ചിട്ട് ഡൊറോത്തി എന്താ പറയുന്നത്, വാട്ട്സ് ഹാപ്പൻ ടു അവർ ഹൗസ്, ഞങ്ങളുടെ വീടിന് എന്ത് പറ്റി എന്ന് ഡൊറോത്തി പറയാണ്. അതുകൊണ്ട് എന്താ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ വെൻ ദ വിൻഡ് ബ്ലോ, വാട്ട് ഹാപ്പൻ വെൻ ദ വിൻഡ് ബ്ലൂ. അതായത് എന്ത് സംഭവിച്ചു, കാറ്റ് നല്ല ശക്തമായ കാറ്റ് അടിച്ചപ്പോൾ വീടിന് അവിടെ എന്താണ് സംഭവിച്ചത്, എന്താ, വാട്ട് ഹാപ്പൻ ദ ട്രീസ് ഡോപ്പിൾഡ് ഓവർ. ഇതിന്റെ ആൻസർ ആണ് കേട്ടോ, ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണത്. ദ ട്രീസ് ഡോപ്പിൾഡ് ഓവർ, മരങ്ങളെല്ലാം കടപുഴകി വീണു. ദ ഹൗസ് ബിഗൻ ടു ഷേക്ക്, വീടെല്ലാം കുലുങ്ങാൻ തുടങ്ങി. ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്ഡ് ഡൗൺ, അതുപോലെ കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന കപ്സ് പ്ലേറ്റ് ഒക്കെ താഴെ വീണു. ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻടു പീസസ്, അതുപോലെ ചുമരിൽ വാളിൽ തൂക്കിയിട്ടുള്ള മിറർ, കണ്ണാടി താഴെ വീണ് പീസായി പൊട്ടി. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ്, എന്തായിരിക്കും ആ വീടിന് അടുത്തത്, എന്തായിരിക്കും, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ്, വീടിന് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക, വീട് മൊത്തമായിട്ട് തകർന്നു പോവുമോ, അത് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്ത് നോക്കാം. അടുത്ത പേജ്, ദ ഫ്ലൈയിങ് ഹൗസ്. എന്താണ് ഫ്ലൈയിങ് ഹൗസ് എന്ന് വെച്ചാൽ പറക്കുന്ന വീട്. നമ്മുടെ ചിത്രത്തിൽ എന്താ കാണുന്നത്, നമ്മുടെ ഡൊറോത്തിന്റെ വീട് എന്ത് ചെയ്യാണ്, പറക്കുകയാണ് അല്ലെ. ദ സ്റ്റോം roared, creak. It lifted the house off the ground. Dorothy and Toto could not run out of the house. Oh my God, our house is flying. അപ്പൊ എന്ത് സംഭവിച്ചു, the storm roared. എന്താ roared എന്ന് വെച്ചാൽ ഗർജിച്ചു. അതായത് ആ ശബ്ദമാണ് അവിടെ പറയുന്നത്, അത്രയും ശക്തമായ കാറ്റാണ്. അപ്പൊ കൊടുങ്കാറ്റിന്റെ ആ ഒരു ശബ്ദമാണ് അവിടെ പറയുന്നത്. creak, it lifted the house off the ground. അപ്പൊ ശബ്ദം ഇവിടെ ആ creak എന്നുള്ളത് ആ ഒരു വീട് പൊങ്ങുമ്പോഴുള്ള ഒരു ശബ്ദമാണ് കേട്ടോ. it lifted the house off the ground, നിലത്തിൽ നിന്നും വീടിനെ പൊക്കി. okay, Dorothy and Toto could not run out of the house. അപ്പൊ വീടിനെ ഗ്രൗണ്ടിൽ നിന്ന് പൊക്കുന്നത് ആരാണ്, നമ്മുടെ ആ സ്റ്റോം ആണല്ലേ, അവിടെ വന്നാൽ കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റിൽ വീട് അങ്ങനെ മേലേക്ക് പൊങ്ങി പോവുകയാണ്. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്. അപ്പൊ ഡൊറോത്തിക്കും ടോട്ടോയ്ക്കും ആ വീടിന്റെ പുറത്തേക്ക് ഓടാൻ പറ്റിയോ, ഇല്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അവർ അതിനുള്ളില് പറന്നു പോകുന്ന അല്ലെങ്കിൽ മേലേക്ക് പൊങ്ങി പോകുന്ന വീടിനകത്ത് നമ്മുടെ ഡൊറോത്തിയും ടോട്ടോയും ഉണ്ട്. ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഇസ് ഫ്ലൈയിങ്. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡൊറോത്തി പറയുന്ന, അയ്യോ, അപ്പൊ ദൈവത്തെ വിളിക്കുകയാണല്ലേ, മൈ ഗോഡ്, അവർ ഹൗസ് ഇസ് ഫ്ലൈയിങ്, ഞങ്ങളുടെ വീട് പറക്കുകയാണ്. ഡൊറോത്തി എന്നിട്ട് എന്ത് ചെയ്യാണ്, താഴേക്കൊക്കെ നോക്കുകയാണ്. She saw fallen trees and broken bridges below. Toto became
afraid. അപ്പൊ അവൾ താഴേക്ക് നോക്കിയപ്പോ എന്താ കണ്ടത്? she saw fallen trees. ഇങ്ങനെ കടപുഴകി വീണ മരങ്ങളും അതുപോലെ എന്താണ് broken bridgesഉം എല്ലാം അവൾ കണ്ടത്. എന്താ പൊട്ടിപ്പോയ പാലങ്ങൾ അതെല്ലാം അവൾ എന്ത് ചെയ്യുന്നു താഴത്തുനിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത്. ടോട്ടോ became afraid. ടോട്ടോയും ഒരു afraid എന്ന് വെച്ചാൽ പേടി. ടോട്ടോയും ഒരുപാട് പേടിച്ചു. he started running here and there. അപ്പോൾ ടോട്ടോ എന്ത് ചെയ്യാൻ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങി. വീടിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. inside the house. We are in danger, dear. Dorothy held Toto in her arms. അപ്പോൾ അവൾ എന്ത് പറയുന്നത്? നമ്മൾ ടോട്ടോനോട് നമ്മൾ ഡേഞ്ചറിലാണ്. നമ്മൾ ഡേഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്? അപകടം. നമ്മൾ അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഡോറോത്തി എന്ത് ചെയ്തു? വേഗം ടോട്ടോനെ അവളുടെ കൈകളിൽ എടുത്തു. The wind lifted the house higher and higher. അങ്ങനെ കാറ്റ് ആ വീടിനെ മുകളിലോട്ട് ഉയർത്തി കൊണ്ടുപോയി. Over the fallen trees, over the market, over the streams, over the mountains. അപ്പോൾ എന്തിന്റെയൊക്കെ മുകളിലൂടെയാണ് വീട് പോകുന്നത്? മരങ്ങൾക്ക് മുകളിലൂടെ അല്ലെ? മറഞ്ഞു കിടക്കുന്ന മരങ്ങൾക്ക് മുകളിലൂടെ, മാർക്കറ്റുകളിലൂടെ, സ്ട്രീംസ് സ്ട്രീം വെച്ചാൽ അരുവികൾക്ക് മുകളിലൂടെ, മൗണ്ടെയിൻസ് വലിയ വലിയ മൗണ്ടെയിൻസിന്റെ മുകളിലൂടെ. ഡോറോത്തി trembled with fear. She couldn't even cry. She could only see the sky and the dark clouds. She closed her eyes. Dorothy trembled with fear. എന്താണ് trembled എന്ന് വെച്ചാൽ ന്യൂ വേർഡ് ആണ് അല്ലെ? എന്താ trembled മീനിങ് എന്താ? ട്രംബിളിന്റെ മീനിങ് വിറച്ചു. എങ്ങനെയാ വിറയ്ക്കുക? എന്തുകൊണ്ടാണ് വിറച്ചത്? പേടി കാരണം അല്ലെ? നമ്മൾ പറയില്ലേ പേടിച്ച് വിറച്ചു എന്നൊക്കെ പറയില്ലേ? അതാ പറയുന്നത്. ഡൊറോത്തി ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുകയാണ്. ഷി couldn't even cry. അപ്പൊ പേടിച്ചിട്ട് അവൾക്ക് കരച്ചിലൊന്നും വരുന്നില്ല കേട്ടോ. അവൾക്ക് അറിയുന്നില്ല. ഷി could only see the sky and the dark clouds. അവൾക്ക് എന്ത് മാത്രമാണ് കാണാൻ പറ്റുന്നത്? അപ്പൊ അവളും ആകാശത്തിലാണ് അല്ലെ? അവൾക്ക് എന്ത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ? ആകാശം, സ്കൈയും അതേപോലെ മഴമേഘങ്ങൾ അല്ലെ? ഡാർക്ക് ആയിട്ടുള്ള ക്ലൗഡ്സ്, മേഘങ്ങളെയാണ് കാണാൻ പറ്റുന്നത്. ഷി ക്ലോസ്ഡ് ഹർ ഐസ്. അപ്പൊ അവള് പേടിച്ചിട്ട് കണ്ണുകൾ അടയ്ക്കുകയാണ്. ഇവിടുത്തെ ചോദ്യം എന്താ? What did Dorothy see from the flying house? ഫസ്റ്റ് ചോദ്യം, ആ പറക്കുന്ന സമയത്ത്, വീട് പറക്കുന്ന സമയത്ത് അവൾ എന്തൊക്കെയാണ്, താഴെ എന്തൊക്കെയാണ് അവൾ കണ്ടത്? എന്തൊക്കെയാ? Dorothy saw fallen trees and broken bridges below. If you were Dorothy, what would you do? ഇപ്പൊ നിങ്ങളാണ് ഡൊറോത്തി എങ്കിൽ, അതായത് നമ്മുടെ ഡൊറോത്തിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും ആ സമയത്ത് അവിടെ? നിങ്ങൾ നിങ്ങളുടെ വീട് ഇങ്ങനെ പറക്കുകയാണ്, ആകാശത്തേക്ക് ഇങ്ങനെ പറക്കുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങളും നിങ്ങളുടെ പെറ്റ് ഡോഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോവുക? എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം കേട്ടോ. ഡൊറോത്തിയുടെ സ്ഥലത്ത് നിങ്ങളാണെങ്കിൽ, അവളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? I will be afraid and pray to God for help. അവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെതാണ് ചോദ്യം അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് എഴുതേണ്ടത്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? I will be afraid. തീർച്ചയായിട്ടും പേടിക്കില്ലേ? അത് നമ്മൾ സന്തോഷം ഹാപ്പി ആയിട്ട് അതിന്റെ വീട് പറക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവോ? ഇല്ല, തീർച്ചയായിട്ടും പെട്ടെന്ന് നമ്മുടെ വീട് ഇങ്ങനെ മേലോട്ട് ഉയർന്ന സമയത്ത് നമ്മൾ പേടിക്കും. I will be afraid. എന്ന് നമ്മൾ എന്ത് ചെയ്യും? ആകെ നമുക്ക് അവിടെ വിളിക്കാനുള്ളത് ആരോടായിരിക്കും? നമുക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കില്ലേ? സഹായത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കും. What will happen to Dorothy and Toto? അപ്പൊ നമ്മളിപ്പോ എവിടെയാണ് ഡൊറോത്തിയും ടോട്ടോയും ഉള്ളത്? എവിടെയാണ്? ഫ്ലൈയിങ് ഹൗസിൽ അല്ലേ? അപ്പൊ നമ്മൾ ഇനി എന്തായിരിക്കും ഡൊറോത്തിക്കും ടോട്ടോയ്ക്കും എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിക്കാൻ പോവാ? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. എന്താണ് സ്ട്രേഞ്ച് ലാൻഡ് എന്ന് വെച്ചാൽ? വിചിത്രമായ സ്ഥലം. ഓക്കെ, ഒരു വിചിത്രമായ നാട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അപരിചിതമായ സ്ഥലത്തിന് നമ്മൾ അപരിചിതം അല്ലെങ്കിൽ വിചിത്രം, എനിക്ക് നമ്മൾ സ്ട്രേഞ്ച് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഡൊറോത്തിയും ടോട്ടോയും ഇപ്പൊ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഒരു സ്ട്രേഞ്ച് ലാൻഡിലാണ് എത്തിയിരിക്കുന്നത്. Thud, the house landed somewhere. Dorothy opened her eyes. She looked out. അപ്പൊ നമ്മുടെ ഡൊറോത്തി പേടിച്ചിട്ട് കണ്ണടച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു? ആ വീട്, ഇതൊരു ശബ്ദമാണ്. തഡ് എന്ന് പറയുന്ന വീട് ലാൻഡ് ചെയ്യുന്നുണ്ടാകുമ്പോഴുള്ള ഒരു ശബ്ദം. The house landed somewhere. അപ്പൊ എവിടെയോ, somewhere സ്ഥലമൊന്നുമില്ല, എവിടെയോ എടുത്ത് എന്ത് ചെയ്തു? ആ വീട് ലാൻഡ് ചെയ്തു, നിലത്തിറങ്ങി. Dorothy opened her eyes. അപ്പൊ അവൾ എന്ത് ചെയ്തു? പതുക്കെ കണ്ണുകളൊക്കെ തുറന്നു. She looked out. പുറത്തേക്കൊക്കെ നോക്കുകയാണ്. Oh, the storm has gone. She came out with Toto. അവൾ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്? ഓ, സ്റ്റോം ഒക്കെ പോയി, കൊടുങ്കാറ്റൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? ടോട്ടോന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ടോട്ടോനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. The air was filled with the fragrance of flowers. Birds chirped. Where are we now? She wondered. Toto sniffed around. He looked at Dorothy, puzzled. അപ്പൊ എങ്ങനെയായിരുന്നു അവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ? എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ? എങ്ങനെയായിരുന്നു? There was filled with the fragrance of flowers. നല്ല ഫ്രാഗ്രൻസ് വെച്ചാൽ നല്ല മണമാണ്. ഫ്ലവേഴ്സിന്റെ നല്ല പൂത്തു നിൽക്കുന്ന പൂക്കളുടെ നല്ല മണം വരുന്നുണ്ട്. ബേർഡ്സ് ചിർപ്പിഡ്, നിറയെ പക്ഷികളുടെ ആ ഒരു കലപില ശബ്ദം. ചിർപ്പിഡ് എന്ന് വെച്ചാൽ ബേർഡ്സ്, കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. Where are we now? She wondered. അപ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടെ അവൾ ചോദിക്കുന്നത്, നമ്മളിപ്പോ എവിടെയാണ്? ടോട്ടോ സ്നിഫ്ഡ് അറൗണ്ട്. എന്താ സ്നിഫ്ഡ് എന്ന് വെച്ചാൽ? അതൊരു ന്യൂ വേർഡ് ആണ് അല്ലെ? എന്താ സ്നിഫ്ഡ് എന്ന് വെച്ചാൽ?
നമ്മൾ കണ്ടില്ലേ നായ്ക്കളൊക്കെ എന്ത് ചെയ്യും, ഡോഗ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ മണം പിടിക്കില്ലേ, ഇങ്ങനെ ഓരോടത്ത് പോയിട്ട് ഇങ്ങനെ മണം പിടിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് മണം പിടിക്കുന്നതാണ് സ്നിഫ്ഡ് എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ ടോട്ടോ എന്ന് പറഞ്ഞ ഒരു പപ്പിയാണ് അല്ലേ. അപ്പൊ ടോട്ടോ എന്ത് ചെയ്യാണ്, ആ സ്ഥലമൊക്കെ ഇങ്ങനെ മണം പിടിക്കുകയാണ്. ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി പസിൽഡ്. പക്ഷെ അവന് എന്തെങ്കിലും മനസ്സിലായോ അത് എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് ഒന്നും മനസ്സിലായില്ല. പസിൽഡ് ഒരു ന്യൂ വേർഡ് അല്ലേ. പസിൽഡിന്റെ അർത്ഥം എന്താ, ആശയക്കുഴപ്പം എന്ന് വെച്ചാൽ മനസ്സിലാവാതാകുമ്പോ നമുക്ക് തോന്നില്ലേ, അതാണ് ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി. അപ്പൊ അവന് മണം പിടിച്ചൊന്നും മനസ്സിലായില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഡൊറോത്തി നോക്കുകയാണ്. ഡൊറോത്തി saw some strange people coming towards them. അപ്പോഴാണ് ഡൊറോത്തി എന്ത് കാണുന്നത്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറച്ച് ആൾക്കാര് അവർക്ക് നേരെ വരികയാണ് കേട്ടോ. അവരെ നോക്കിയിട്ട് വരികയാണ്. They were smaller than Dorothy but bigger than Toto. അപ്പൊ അവരെ കാണാൻ എങ്ങനെയാണ്, അവര് ഡൊറോത്തിനെക്കാട്ടിലും ചെറുതാണ്. ഓക്കെ, ഡൊറോത്തി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഡൊറോത്തിനെക്കാട്ടിലും ചെറുതാണ്, പക്ഷെ ടോട്ടോനെക്കാട്ടിലും വലുതുമാണ്. They wore hats with tiny bells. അപ്പൊ അവർ എന്ത് ധരിച്ചിട്ടുണ്ട്, തലയിൽ തൊപ്പി ഇട്ടിട്ടുണ്ട്. ആ തൊപ്പിയിൽ എന്തുണ്ട്, വളരെ ചെറിയ, ടൈനി എന്ന് വെച്ചാൽ ചെറിയ എന്നാണ്, വളരെ ചെറിയ എന്നുള്ള മീനിങ് ആണ് ടൈനി. അപ്പൊ അവരുടെ തൊപ്പിയിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ബെല്ലുകളൊക്കെ അങ്ങനെ തൂക്കിയിട്ടുണ്ട്, വളരെ ചെറിയ ചെറിയ ബെല്ലുകൾ തൂക്കിയിട്ട്. ടോട്ടോ ബാർക്ക്ഡ് അറ്റ് ദം. അപ്പൊ പുതിയ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ഡോഗ്സ് എന്ത് ചെയ്യും, കുരയ്ക്കും അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ടോട്ടോ അവരെ നോക്കിയിട്ട് ഒരേ ബാർക്ക് ചെയ്യാണ്, കുരയ്ക്കുകയാണ്. കാം ഡൗൺ ടോട്ടോ, ഡൊറോത്തി പാറ്റഡ് ഹിം. അപ്പൊ എന്ത് ചെയ്തു, ഡൊറോത്തി വേഗം നമ്മുടെ ടോട്ടോനെ ആശ്വസിപ്പിക്കുകയാണ്. കാം ഡൗൺ എന്ന് പറഞ്ഞിട്ട് ടോട്ടോനെ ആശ്വസിപ്പിക്കുകയാണ്. ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ച്കിൻസ്, വെൽക്കം ടു അവർ ലാൻഡ്. We are so happy today you saved us, they said. Dorothy was confused. അപ്പൊ അവർ വന്ന ഉടനെ എന്ത് പറഞ്ഞു, ഹായ് പറഞ്ഞു അല്ലെ, ഹായ് ലിറ്റിൽ ഗേൾ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താണ്, അവർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്വയം പരിചയപ്പെടുത്തും. അതുപോലെ അവരെന്ത് ചെയ്യണം, നമ്മുടെ ഡൊറോത്തിയോട് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ ആരാണ്, ഞങ്ങൾ മഞ്ച്കിൻസ് ആണ്. എന്താണ് മഞ്ച്കിൻസ് എന്ന് വെച്ചാല്, ഉയരം കുറഞ്ഞ ആൾക്കാരെയാണ് മഞ്ച്കിൻസ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ അതിന്റെ മീനിങ്സ് നോക്കിയപ്പോൾ ഉയരം കുറഞ്ഞ ആൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മഞ്ച്കിൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്, വെൽക്കം ടു അവർ ലാൻഡ്, ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ ലാൻഡിലേക്ക് നിനക്ക് സ്വാഗതം. വി ആർ സോ ഹാപ്പി ടുഡേ, ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. യു സേവ്ഡ് us, നീ ഞങ്ങളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അത് ആരാണ്, നമ്മൾ ഡൊറോത്തി ആകെ പേടിച്ചിട്ട് വന്നിരിക്കുകയല്ലേ. പക്ഷെ അവര് പറയുന്നത്, മഞ്ച്കിൻസ് എന്താ പറയുക, നീ ഞങ്ങളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അത് കേട്ടപ്പോൾ ഡൊറോത്തിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. എന്തിനാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആവും നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, ഡൊറോത്തി പറയുന്ന ഒരു കോൺവെർസേഷൻ, ഇവിടെ ഒരു ഡയലോഗ് ഇവിടെ എഴുതാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ്, എന്തായിരിക്കും ഇപ്പൊ ഡൊറോത്തി ഇവിടുന്ന് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് ആ വീടിന് പുറത്തേക്ക് നോക്കുകയാണ്, ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലം. അപ്പൊ എന്തായിരിക്കും പറയാ, വേർ ആർ വി നൗ, ഇപ്പൊ എവിടെയാണ്, നമ്മളിപ്പോ എവിടെയാണ്, കണ്ടോ. ആൻഡ് വൈ വാസ് ഡൊറോത്തി കൺഫ്യൂസ്ഡ്. അപ്പൊ ഇവിടെ പറയുന്നത് ലാസ്റ്റ് എവിടെ നിൽക്കുന്നത്, ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ് അല്ലെ. ഡൊറോത്തി എന്തിനായിരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവുക, കൺഫ്യൂസിന്റെ അർത്ഥം തന്നെയാണ് ആശയക്കുഴപ്പം എന്നാണ് അർത്ഥം. അപ്പൊ എന്തിനായിരിക്കും ഡൊറോത്തിക്ക് ആകെ കൺഫ്യൂസ് ആവാൻ കാരണം എന്താ, ഇറ്റ് ഈസ് എ സ്ട്രേഞ്ച് പ്ലേസ് ഫോർ ഹെർ. ഒന്നാമത്തെ കാര്യം, അവൾക്ക് ഒട്ടും പരിചയമല്ലാത്ത ഒരു സ്ഥലമാണ്. ആൻഡ് ഓൾസോ മഞ്ച്കിൻ സെഡ് ദാറ്റ് ഡൊറോത്തി സേവ്ഡ് ദം. അതുപോലെ തന്നെ മഞ്ച്കിൻസ് എന്ത് പറഞ്ഞു, ഡൊറോത്തി അവരെ സേവ് ചെയ്തു, രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തിയതെന്ന് അവൾക്ക് അറിയില്ല. അപ്പൊ അവൾക്ക് ആകെ മൊത്തം എന്തായി, കൺഫ്യൂസ് ആയി അല്ലേ. നെക്സ്റ്റ് പേജ്, ദ ഹീറോ. ഹീറോ എന്ന് വെച്ചാൽ നായകൻ അല്ലെങ്കിൽ നായിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹീറോ എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെയും ഒരു ഡയലോഗ് എഴുതാനുള്ളതുണ്ട്. യു ആർ അവർ ഹീറോ, യു കില്ല്. അപ്പൊ ഇവിടെ നമ്മൾ ഹീറോന്റെ മീനിങ് നായകൻ എന്നാണ്. ഇവിടെ നമ്മുടെ എന്താണ്, നമ്മുടെ ഡൊറോത്തിയാണ് കേട്ടോ ഹീറോ. യു ആർ അവർ ഹീറോ, യു കില്ല് ദ ക്രൂവൽ വിച്ച്, എ യങ് മഞ്ച്കിൻ സെഡ്. അപ്പൊ എന്താണ്, ഒരു യങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മഞ്ച്കിൻ വന്നിട്ട് പറയുകയാണ്, യു ആർ അവർ ഹീറോ, നീയാണ് ഞങ്ങളുടെ ഹീറോ. യു കില്ല് ദ ക്രൂവൽ വിച്ച്, നീ ഒരു ക്രൂവൽ ആയിട്ടുള്ള വിച്ചിനെ കൊന്നു. എന്താണ് ക്രൂവൽ എന്ന് വെച്ചാൽ ദുഷ്ടനായ അല്ലെങ്കിൽ ദുഷ്ടയായ വിച്ച് എന്ന് വെച്ചാൽ എന്താ, മന്ത്രവാദിനിയാണ് കേട്ടോ വിച്ച് എന്ന് പറഞ്ഞാൽ. ആ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ വിച്ച് എന്ന് പറയും. അപ്പൊ നീ ഒരു ദുഷ്ടയായ മന്ത്രവാദിനിയെ കൊന്നു, അല്ലെങ്കിൽ മന്ത്രവാദിനി എന്നാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ വിച്ച്, മന്ത്രവാദി ആരും ആവാം, അതായത് മെയിൽ ആവാം അല്ലെങ്കിൽ ഫീമെയിൽ ആവാം, വിച്ച് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അല്ലെ. അപ്പൊ നീ ഒരു ക്രൂവൽ ആയിട്ടുള്ള മന്ത്രവാദിനെ കൊന്നു എന്ന് പറയുകയാണ്. യങ് മഞ്ച്കിൻ സെഡ്. ആരാ പറയുന്നത്, ഒരു യങ് ആയിട്ടുള്ള മഞ്ച്കിൻ ആണ് പറയുന്നത്. Oh no, I have never killed anyone, Dorothy cried out. അപ്പൊ ഡൊറോത്തി ഇത് കേട്ടത് എന്ത് ചെയ്യണം, ഉറക്കെ പറയണം. എന്ത് പറയണം, ഇല്ല ഞാൻ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല. Not you, but your house. You landed your house on the wicked witch. She died, said on her
said an old munchkin. അപ്പൊ എന്ത് പറഞ്ഞു, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് ഡൊറോത്തി പറയണില്ല. അപ്പൊ അത് കേട്ടപ്പോ അവിടെയുള്ള ഒരു ഓൾഡ് ആയിട്ടുള്ള മഞ്ചുക്കിൻ, കുറച്ച് വയസ്സായിട്ടുള്ള ഒരു മഞ്ചുക്കിൻ എന്താ പറയുന്നത്, നീയല്ല പക്ഷെ നിന്റെ വീടാണ്. അത് ആരാണ് കൊന്നത്, വിച്ചിനെ, വീട് അല്ലെ. എങ്ങനെയാണ്, യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കഡ് വിച്ച്, നീ വീട് ലാൻഡ് ചെയ്തത്, നിന്റെ വീട് ലാൻഡ് ചെയ്തത്, നിലത്തിറങ്ങിയത് ആരുടെ മേലെയാണ് ഇറങ്ങിയിരിക്കുന്നത്, വിക്കഡ് വിച്ച് അല്ലെ. വിക്കഡ് എന്ന് വെച്ചാൽ എന്താണ്, ദുഷ്ടനായ വിച്ചിന്റെ, അല്ലെങ്കിൽ ദുഷ്ടയായ ആ മന്ത്രവാദിനിന്റെ മേലെയാണ് നിന്റെ വീട് വന്ന് ഇറങ്ങിയത്. അപ്പൊ എന്ത് സംഭവിച്ചു, തീർച്ചയായിട്ടും ആ വിച്ച് മരിച്ചുപോയി. അതാണ് അവർ സേവ് ചെയ്തു എന്ന് പറയാൻ കാരണം. said an old munchkin. is it so? Dorothy was shocked. അപ്പൊ അവള് ചോദിക്കും അതെയോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കട്ടെ, വളരെ ഷോക്ക് ആയിട്ട് ചോദിക്കുകയാണ്. Yes, we were her slaves. You said us free. Let's celebrate our freedom. They began to dance. അപ്പൊ അവരെന്താ പറയുക, തീർച്ചയായിട്ടും നീ അവരെ കൊന്നു, നീ ആ വിച്ചിനെ കൊന്നു. ഞങ്ങൾ അവരുടെ we were her, ഇവിടെ her പറയുന്നുണ്ടല്ലേ, അപ്പൊ മന്ത്രവാദിനിയാണ് അല്ലെ. അപ്പൊ ഒരു മന്ത്രവാദിനിയാണ്. we were her slaves. ഞങ്ങൾ അവളുടെ slaves ആണ്. slaves എന്താ slaves എന്ന് വെച്ചാല് അടിമ. ഓക്കെ, ഞങ്ങൾ ആ മന്ത്രവാദിനിന്റെ അടിമകളാണ് ഞങ്ങള്. യു സെറ്റ് എസ് ഫ്രീ. അപ്പൊ ആ മന്ത്രവാദിനി മരിച്ചതോടുകൂടി, ആ വിച്ച് മരിച്ചതോടുകൂടി ഞങ്ങളൊക്കെ എന്തായി, ഫ്രീ ആയി അല്ലെ. അപ്പൊ ഞങ്ങളെല്ലാം ഫ്രീ ആക്കിയത് നീയാണ്. ലെറ്റ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്, നമുക്കത് സെലിബ്രേറ്റ് ചെയ്യണം പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി, they began to dance. അവരെല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. join us, the old munchkin invited Dorothy. അപ്പൊ ഡൊറോത്തിയോട് എന്ത് ചെയ്യണം, ഓൾഡ് മഞ്ചിനെ ഇൻവൈറ്റ് ചെയ്യണം അല്ലെ. join us എന്ത് പറഞ്ഞിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ, സെലിബ്രേഷനിൽ കൂടാൻ പറഞ്ഞിട്ട് മഞ്ചിക്കിൻ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക്സ് ബട്ട് പ്ലീസ് ഹെൽപ്പ് us go back to our village, she said. അപ്പൊ അവള് ആ സെലിബ്രേഷനിൽ കൂടിയോ ഇല്ല, പക്ഷെ താങ്ക്സ് പറഞ്ഞു. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ് അല്ലെ. എന്താ ചോദിക്കുന്നത്, തിരിച്ച് എന്റെ നാട്ടിൽ പോവാൻ, എന്റെ വില്ലേജിൽ പോവാൻ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് നമ്മുടെ ഡൊറോത്തി പറയുകയാണ്. സോറി വി കാണ്ട്, ബട്ട് ഷ്യൂർലി the wizard of Oz can help you. അപ്പൊ എന്താണ്, ഇവർക്ക് പറ്റുമോ, ഈ മഞ്ചുക്കിൻസിനെ അവളെ സഹായിക്കാൻ കഴിയോ, ഇല്ല അല്ലെ. സോറി വി കാൺ, ഞങ്ങൾക്ക് കഴിയില്ല, പക്ഷെ തീർച്ചയായിട്ടും ഓസ്. അപ്പൊ ആ ലാൻഡിന്റെ പേരെന്താ, ഓസ് ആണ് കേട്ടോ. അപ്പൊ വിസാർഡ് ഓഫ് ഓസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഓസിലെ വിസാർഡ് എന്ന് വെച്ചാൽ ആരാ, മാന്ത്രികനാണ് കേട്ടോ, മന്ത്രവാദി അല്ല, മാന്ത്രികനാണ്. മാജിക്കൽ പവർ ഒക്കെ ഉള്ള ആളാണ് വിസാർഡ്. അപ്പൊ ഈ ഓസിലെ വിസാർഡിന് തീർച്ചയായിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പൊ ലാൻഡിന്റെ പേരെന്താ, ഓസ്. വിസാർഡ് ഓഫ് ഓസ്, ഹൂ ഇസ് ഹി? അപ്പൊ ചോദിക്കണം, വിസാർഡ് ഓഫ് ഓസ്, ഓസിലെ മാന്ത്രികനോ, ആരാണ് അയാൾ, ആസ്ക് ഡൊറോത്തി. ഹി ഈസ് എ പവർഫുൾ മെജീഷ്യൻ ഹൂ ക്യാൻ വർക്ക് വണ്ടേഴ്സ്. അപ്പൊ അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള മജീഷ്യൻ ആണ്, അദ്ദേഹത്തിന് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. ദ ഓൾഡ് മഞ്ചുക്കിൻ റിപ്ലൈഡ്. അപ്പൊ ഓൾഡ് മഞ്ചുക്കിൻ ഡൊറോത്തിയുടെ സംശയത്തിന് മറുപടി കൊടുക്കുകയാണ്. ഡൊറോത്തി സ്മൈൽ. അപ്പൊ അത് കേട്ടപ്പോൾ ഡൊറോത്തിക്ക് സമാധാനമായി, ഡൊറോത്തി സ്മൈൽ ചെയ്തു. ഷീ വാക്ക്ഡ് വിത്ത് ടോട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. അപ്പൊ നമ്മുടെ ഓസിലെ വിസാർഡിനെ കാണാൻ വേണ്ടി, ആ മാന്ത്രികനെ കാണാൻ വേണ്ടി ടോട്ടോയും നമ്മുടെ ഡൊറോത്തിയും കൂടെ പോവുകയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഡിഡ് ദ വിക്കഡ് വിച്ച് ഡൈ? അപ്പൊ ദുഷ്ടയായ മന്ത്രവാദിനി എങ്ങനെയാണ് മരിച്ചത്, ഡൊറോത്തീസ് ഹൗസ് ലാൻഡഡ് ഓൺ ദ വിക്കഡ് വിച്ച്. അവരുടെ മേലെ ആണ് അത് ലാൻഡ് ചെയ്തത് അല്ലെ. ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? അപ്പൊ എങ്ങനെയായിരിക്കും ആ മാന്ത്രികൻ ഡൊറോത്തി ഹെൽപ്പ് ചെയ്യാതെ, നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഡയലോഗ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നോക്കിക്കേ. അപ്പൊ എന്തായിരിക്കും ഇവിടെ ഈ ഓൾഡ് മഞ്ചുക്കിൻ എന്താ പറയാ, ഒന്നെങ്കിൽ യു ആർ അവർ ഹീറോ എന്നൊക്കെ എന്ത് വേണമെങ്കിലും എഴുതാം. യു ആർ അവർ ഹീറോ എന്ന് നമ്മുടെ മഞ്ചുക്കിൻ പറയുന്നത് എഴുതാം. അതല്ലെങ്കിൽ ഇവിടെ കണ്ടോ, ജോയിനസ്, അതായത് സെലിബ്രേഷനിൽ കൂടാൻ, സെലിബ്രേഷനിൽ അവരുടെ കൂടെ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ ജോയിൻ ആസ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, യു ആർ അവർ ഹീറോ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്, അല്ല ജോയിൻ ആസ് എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. മീറ്റിംഗ് ദ വിസാർഡ്. അപ്പൊ നമ്മുടെ മാന്ത്രികനെ നമ്മുടെ ഡൊറോത്തിയും ടോട്ടോയും കണ്ടു. They reached the wizard's palace. Welcome, well done, Dorothy. You saved the Munchkins. What can I do for you? Asked the Wizard of Oz. അപ്പൊ എന്താ പറയുന്നത്, അവർ രണ്ടാളും വിസാർഡിന്റെ പാലസിലെത്തി. അപ്പൊ നമ്മുടെ വിസാർഡ് അവരെ വെൽക്കം ചെയ്യണം. എന്നിട്ട് എന്ത് പറഞ്ഞു, വെൽ ഡൺ, നന്നായി, നീ അവരെ രക്ഷപ്പെടുത്തിയത്, സേവ് ചെയ്ത് നന്നായി, മഞ്ചുക്കിൻസിനെ സേവ് ചെയ്ത് നന്നായെന്ന് നമ്മുടെ വിസാർഡ് ഡൊറോത്തിയോട് പറയുകയാണ്. വാട്ട് കാൻ ഐ ഡു ഫോർ യു? അപ്പൊ വിസാർഡ് നമ്മുടെ ഡൊറോത്തിയോട് ചോദിക്കണം, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്, വാട്ട് കാൻ ഐ ഡു ഫോർ യു, ഞാൻ നിനക്കായിട്ട് എന്ത് ചെയ്യണം.
Please help us go back to our village, Dorothy pleaded. അപ്പൊ ഡൊറോത്തി എന്താ പ്ലീഡഡിന്റെ അർത്ഥം എന്താ? അപേക്ഷിക്കുക കേട്ടോ, അപേക്ഷിക്കുക. അപ്പൊ ഡൊറോത്തി എന്താ പറഞ്ഞത്? എന്നെ തിരിച്ച് എന്റെ വില്ലേജിൽ എത്താൻ സഹായിക്കാമോ എന്ന് പറഞ്ഞിട്ട് ഡൊറോത്തി അപേക്ഷിക്കുകയാണ്. Why do you want to leave this beautiful place? He asked. അപ്പൊ അയാൾ തിരിച്ച് നമ്മുടെ വിസാറിന്റെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്തിനാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് വിട്ടിട്ട് എന്തിനാണ് പോകുന്നത്? അപ്പൊ ഡൊറോത്തി എന്ത് പറഞ്ഞു? There is no other place like our own home, Dorothy said. അപ്പൊ ഡൊറോത്തി പറഞ്ഞത് എന്താ പറഞ്ഞത്? നമ്മുടെ സ്വന്തം വീട് പോലെ മനോഹരമായിട്ടുള്ളത് വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ സ്വന്തം വീട് പോലെ ഉള്ളതൊന്നും വേറെ എവിടെയും നമുക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് ഇവിടെ ബ്യൂട്ടിഫുൾ പ്ലേസ് പറയുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്തായിരിക്കും? അവരവരുടെ ഹോം തന്നെയായിരിക്കും, അല്ലെ, വീട് തന്നെയായിരിക്കും. അതാണ് നമ്മുടെ ഡൊറോത്തി പറയുന്നത് കേട്ടോ. ആസ് യു വിഷ് മൈ ഡിയർ, ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. അപ്പൊ മാന്ത്രികമാരുടെ കയ്യിലൊക്കെ എന്തുണ്ടാവും? ഒരു മാജിക് വാൻഡ് ഉണ്ടാവും, അല്ലെ, ഒരു മന്ത്രവടിയൊക്കെ ഉണ്ടാവില്ലേ? അതാണ് മാജിക് വാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിസാർഡ് എന്ത് പറഞ്ഞു? കൂടുതലൊന്നും പറയില്ല, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിസാർഡ് വേഗം ആ മാന്ത്രിക വടി എടുത്ത് വീശി വേവ് ചെയ്തു. വാവ്, ദ ഹൗസ് അപ്പിയർഡ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ആ വീട് വന്നു. ഡൊറോത്തി, അതായത് നമ്മുടെ ഡൊറോത്തിന്റെ വീട്. ഡൊറോത്തി ആൻഡ് ടോട്ട് ഗോട്ട്. അപ്പൊ ഡൊറോത്തിയും ടോട്ടും ആ വീടിനകത്ത് കയറി. ഇറ്റ് ബിഗെയിൻ ടു ഫ്ലൈ. അപ്പൊ വീട് അങ്ങനെ പറക്കാൻ തുടങ്ങി. ഓവർ ദ ഹിൽസ്, ഓവർ ദ ഫീൽഡ്സ്. അപ്പൊ എന്തിന്റെയൊക്കെ മുകളിലൂടെയാണ് വീട് പറക്കുന്നത്? കുന്നുകൾക്ക് മുകളിലൂടെ, ഫീൽഡ് വയലുകൾക്കൊക്കെ മുകളിലൂടെ. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹെർ വില്ലേജ്. അവസാനം വീട് എവിടെ ലാൻഡ് ചെയ്തു? അവളുടെ സ്വന്തം വില്ലേജ്, അവളുടെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ വീട് ലാൻഡ് ചെയ്തു, നിലത്തിറങ്ങി. ടോട്ടോ, വി ആർ ബാക്ക്. ഷീ ബിക്കേം വെരി ഹാപ്പി. അപ്പൊ നമ്മുടെ ഡൊറോത്തിക്ക് ഒരുപാട് സന്തോഷം, അല്ലെ. അപ്പൊ ഡൊറോത്തി പറയുകയാണ്, ടോട്ടോ നമ്മൾ തിരിച്ചെത്തി എന്ന് പറഞ്ഞ ഒരുപാട് ഹാപ്പി ആയി അവള്. ഡൊറോത്തിക്ക് ഒരുപാട് സന്തോഷമായി. ദ സ്കൈ വാസ് ക്ലിയർ, there was a rainbow in the sky. അപ്പൊ അവിടെ കൊടുങ്കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു? ആകാശമെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. മഴമേഘങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആകാശമെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. ആകാശത്ത് എന്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു? റെയിൻബോ ഉണ്ടായിരുന്നു, അല്ലെ, മഴവില്ലുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സ്റ്റോറി. ഇവിടുത്തെ ചോദ്യം നോക്കൂ, ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ് ഡൊറോത്തി? അപ്പൊ എങ്ങനെയാണ് വിസാർഡ് നമ്മുടെ ഡൊറോത്തി സഹായിച്ചത്? എങ്ങനെയാണ്? ഒന്നാമത്തെ ചോദ്യം ആൻസർ, ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്, ദ ഹൗസ് അപ്പിയർഡ്. അതായത് വിസാർഡ് മാജിക് വാൻഡ് വീശിയതും ആ വീട്, ഡൊറോത്തിന്റെ വീട് വന്നു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ. ഡൊറോത്തിയും ടോട്ടോയും വീടിനകത്ത് കയറി. ഇറ്റ് ബിഗെയിൻ ടു ഫ്ലൈ. അത് പറക്കാൻ തുടങ്ങി, വീട് പറന്നു. അവസാനം വീട് എവിടെ ലാൻഡ് ചെയ്തു? അവളുടെ തന്നെ വില്ലേജിൽ ലാൻഡ് ചെയ്തു, നിലത്തിറങ്ങി. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹെർ വില്ലേജ്. ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. കമന്റ്. അപ്പൊ ഇവിടെ ഡൊറോത്തി പറയുന്നുണ്ട്, നമ്മുടെ വീട് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ. ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. നമ്മുടെ വീട് പോലെ വേറെ സ്ഥലങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് കമന്റ് ചെയ്യാൻ പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഹോം ഇസ് എ സ്പെഷ്യൽ പ്ലേസ് where people feel safe, loved and like they belong. The house and home is not same. House, home രണ്ടും നമുക്ക് പരിചയമായിട്ടുള്ള വേർഡ്സ് ആണ്, അല്ലെ. പക്ഷെ രണ്ടും എന്താണ്? ഒരേ അർത്ഥമല്ല ഉള്ളത്. ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? The house is made with woods, bricks, cement, but home is made with love. Okay, ഇതാണ് ആൻസർ. അപ്പൊ ഇതിൽ നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഈ ഡൊറോത്തി പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡയലോഗിനോടുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റോറി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ സ്റ്റോറി റീഡിംഗ് ആണ് ചെയ്തത്. അപ്പൊ എല്ലാ കൂട്ടർക്കും നമ്മുടെ ഡൊറോത്തിന്റെ കഥ ഇഷ്ടമായില്ലേ? ഡൊറോത്തിനെയും ടോട്ടോനെയൊക്കെ ഇഷ്ടമായോ? അപ്പൊ കഥ ഇഷ്ടമായാൽ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ എന്താണ്, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്